വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വീഡിയോയുടെ ടൈറ്റിലിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഇന്ന് പിൻട്രസ്റ്റ് വൈൻഡ് റീക്രിയേറ്റിംഗ് ചലഞ്ചാണ് ചെയ്യാൻ പോകുന്നത്. പിൻട്രസ്റ്റിൽ ഞാൻ കുറച്ച് സിമ്പിളായിട്ടുള്ള ബ്രേസ്ലെറ്റ്സും കൂടാതെ ഇയറിങ്സും ഒക്കെ കണ്ടപ്പോൾ നമുക്ക് ഈ ഒരു ചലഞ്ച് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മെറ്റീരിയൽസ് എല്ലാം ഞാൻ ഒരുമിച്ച് പറയുന്നില്ല, ഓരോ പ്രൊഡക്റ്റ് ചെയ്യാനും എന്തൊക്കെ വേണം എന്നുള്ളത് പറയാം. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഈ ഒരു സിമ്പിൾ ഇയറിംഗ് ആണ് ആദ്യം നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത്. ഇതും വളരെ 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 എളുപ്പമാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണ് ഞാൻ പറയാം. അപ്പോൾ ഈ ഒരു സംഭവം ചെയ്യാനായിട്ട് ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഗോൾഡൻ ചെയിൻ ഉണ്ട്. ഇതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കണ്ടില്ലേ, ഇതുപോലെ നീളത്തിൽ 2 ചെയിൻ ഒരേ അളവിൽ കട്ട് ചെയ്തെടുത്തത്. പിന്നീട് നമുക്ക് വേണ്ടുന്നത് ഇതുപോലെ ബോൾ പിൻസ് ആണ്, റൗണ്ട് ഹെഡഡ് ബോൾ പിൻസ്. നിങ്ങൾക്കിത് കുറേ പീസസ് ആയിട്ട് കിട്ടും. അത് നിങ്ങൾക്ക് മീഷോയിൽ നിന്ന് കിട്ടും. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ഇത് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെഡ് പിൻസ് ആണെങ്കിലും യൂസ് ചെയ്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ എടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മളുടെ ഇയർ വയേഴ്സ് ആണ്. ഇതുപോലെ ഇയർ വയേഴ്സും എടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഇതുപോലെ നമ്മുടെ കുറച്ച് മുത്തുകളും വേണം. അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ മീഷോയിൽ നിന്നാണ് വാങ്ങിയത്. നല്ല ഭംഗിയാണ് ഈ മുത്തുകൾ കാണാനായിട്ട്. ബീറ്റ്സ് ആൻഡ് ഫാഷൻസ് എന്ന് പറഞ്ഞ ആ ഒരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആ ഒരു ഇമേജിൽ കണ്ട പോലെ തന്നെ മുത്തുകൾ ഇതിനകത്തുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എടുക്കുകയും ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ നമ്മൾ റൗണ്ട് ഹെഡഡ് ബോൾ പിൻസ് എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു 2ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മളിതൊന്ന് 2ആയിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ മുത്തുകൾ ഇടുമ്പം ഇതിനുള്ളിൽ കൂടെ ഇളകി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒരു ചെറിയൊരു ഗോൾഡൻ മുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ സെക്യൂറായിട്ട് ഇതിരിക്കും. ഇനി നമുക്ക് മുത്തുകളിടാം. അപ്പോൾ ആ ഇമേജിൽ നമ്മൾ കണ്ടത് ആദ്യം ഇത്തിരി നല്ല കളറുള്ള ഒരു ഗ്രീൻ കളറായിരുന്നു. പിന്നീട് നമ്മൾ അതിനെക്കാട്ടിലും ലൈറ്റായിട്ടുള്ള 2 കളേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതുപോലെ 2 എണ്ണം. പിന്നീട് നമ്മൾ വൈറ്റ് ആണ് കാണുന്നത് ഇങ്ങനെ. അപ്പോൾ അതിൻ്റെ താഴത്തെ ആ ഒരു ഇമേജിൽ ഇതുപോലെയാണ് ആ മുത്ത് വന്നേക്കുന്നത്. എന്നിട്ട് നമ്മളിതുപോലെ നമ്മളുടെ ഗോൾഡൻ ചെയിൻ കട്ട് ചെയ്ത് വെച്ച് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അറ്റത്തേക്ക് ഇതുപോലെ നമ്മൾ ഇട്ടിരുന്ന മുത്ത് വെച്ചിട്ട് നമുക്കൊന്ന് നല്ല രീതിയിൽ ചുറ്റി ഒന്ന് എടുക്കാം. ഇതുപോലെ അപ്പോൾ നമുക്ക് കറക്റ്റ് അത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. നല്ല നീളത്തിൽ വെച്ചിട്ടാണ് ആ ഒരു ഇമേജിൽ കാണുന്നത്. അതുകൊണ്ടാണ് ഇത്രയും നീളം ഞാൻ എടുത്തത് തന്നെ. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കുറച്ച് ചെറുതാക്കാം. അങ്ങനെ നമ്മൾ ഇതുപോലെ ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നീട് നമുക്ക് വേണ്ടുന്നത് നമ്മളുടെ ഇയർ വയേഴ്സ് ആണ്. അപ്പോൾ ഇതുപോലെ 2 ഇയർ വയേഴ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇയർ വയറിൻ്റെ അറ്റം ചെറുതായിട്ട് നമുക്കൊന്ന് ഓപ്പൺ ആക്കാം ഇതുപോലെ. എന്നിട്ട് നമ്മളുടെ ഈ ഒരു ചെയിനിൻ്റെ അറ്റം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ. എന്നിട്ട് നമുക്കിത് ക്ലോസ് ചെയ്യാം. അപ്പം നമുക്ക് ഇതുപോലെ കിട്ടും. നല്ല നീളമാണ് ഇതിന്. നമ്മൾ എടുത്ത ഇമേജിൽ അത്രയും നീളമായിട്ട് തോന്നിക്കുന്നതുകൊണ്ടാണ് അത്രയും നീളം നമ്മൾ കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് കട്ട് ചെയ്ത് ചെറുതാക്കി ചെറിയ അളവിലും ചെയ്തെടുക്കാം. എനിവേ ഇതിൻ്റെ ജോഡിയും കൂടെ നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പിൻട്രസ്റ്റ് വൈൻഡ് റീക്രിയേറ്റിങ്ങിൻ്റെ ഫസ്റ്റ് ഇയറിംഗ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇത് കാണാനൊക്കെ ഭംഗിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നീളമൊക്കെ കുറയ്ക്കുകയും ചെയ്യാം, വേണമെങ്കിൽ ഇനിയും കൂട്ടുകയും ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എടുക്കാം. നമ്മൾ അതിനകത്ത് കണ്ടതിന് ഇത്രയും നീളമായിട്ട് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നീളം ഇതിന് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. സിമ്പിളായിട്ട് ചെയ്തെടുത്തുകൂടെ? ഇത് ശരിക്കും 1 മിനിറ്റ് പോലും എടുക്കുന്നില്ല ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രോഡക്ട്സിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ
ഉറപ്പായിട്ടും ട്രൈ ചെയ്തുകൂടെ നോക്കുക. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ പ്രോഡക്റ്റ് ചെയ്യാം. അത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന മാതിരി ഇതുപോലൊരു കുഞ്ഞ് സൂപ്പർ ബ്രേസ്ലെറ്റ് ആണ്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ഐറ്റം വേണമെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ ഇലാസ്റ്റിക് വയർ എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടും, ഏത് സാധാരണ കടയിൽ നിന്നും കിട്ടും. കൂടാതെ മീഷോയിൽ അവൈലബിൾ ആണ്, ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. പിന്നീട് നമുക്ക് അതിനകത്ത് കാണുന്ന കണക്ക് ജെല്ലി ബീഡ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ബ്ലൂ കളറ് കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നീട് നമുക്ക് അതിനകത്ത് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ 2 ഗോൾഡൻ മുത്തുകളാണ്. പിന്നീട് അതിനകത്ത് ലവ് എന്നാണ് കിടക്കുന്നത്. അപ്പോൾ ആ ഒരു ലെറ്റേഴ്സ് നമുക്ക് എടുക്കണം. ഈ ഒരു ഗോൾഡൻ വൈറ്റ് ആയിട്ടുള്ള ഈ ഒരു ബോക്സ് ഞാൻ മീഷോയിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് ഇത് വാങ്ങാം. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് LOVE എന്നുള്ള ആ ഒരു ലെറ്റേഴ്സ് തപ്പിയെടുക്കാം. കുറച്ച് പാടാൻ തോന്നുന്നു, കാണുന്നില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ ലെറ്റേഴ്സ് എടുത്തിട്ടുണ്ട്. സംഭവം ഇത് O അല്ല കേട്ടോ, ഒരുമാതിരി D ആണ്. പിന്നെ നമ്മളുടെ കയ്യിൽ O എത്ര മുങ്ങിത്തപ്പിയിട്ടും ഇതിനകത്ത് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെ ലെറ്റേഴ്സ് എടുത്തതന്നേ ഉള്ളൂ. എനിവേ നമുക്കിത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ചില സമയങ്ങളിൽ നമുക്കെല്ലാം കിട്ടണമെന്നില്ല. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കുരുക്കാനായിട്ട്. ഇതുപോലെ നമ്മൾ ഇലാസ്റ്റിക് വയർ എടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് നിങ്ങളുടെ അളവിനനുസരിച്ച് നിങ്ങൾക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് ഇതിൻ്റെ അറ്റത്തൊരു നോട്ടിട്ട് കൊടുക്കാം, ഇതുപോലെ. അതിനുശേഷം നമുക്ക് കുരുക്കാൻ തുടങ്ങാം. നമ്മളുടെ ജെല്ലി ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഈ ബ്ലൂ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ 6 ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഗോൾഡൻ ഒരു മുത്താണ് എടുക്കുന്നത്. അത് ഇതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതുപോലെ നമ്മുടെ ലവ് എന്നുള്ള ആ ഒരു ലെറ്റേഴ്സാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഇതുപോലെ ഒരു ഗോൾഡൻ മുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെ നമ്മൾ മുത്ത് കുരുക്കുവാണ്. ഇതുപോലെ നമ്മളത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ആ കളർ കോമ്പിനേഷനും എല്ലാം ഭംഗിയാണ്. അതിനുശേഷം ഇനി നമുക്ക് ഇതൊന്ന് കൂട്ടിക്കെട്ടാം. ഇതുപോലെ നമ്മൾ കൊരുത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി നമുക്ക് എക്സ്ട്രാ ഉള്ള പാർട്ട് കട്ട് ചെയ്ത് കളയാം. അങ്ങനെ നമുക്കിത് അടിപൊളിയായി സെറ്റായി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തുകൂടെ നോക്കാം. ഇനി നമുക്കിന്ന് ഇട്ട് നോക്കാം. എൻ്റെ കൈക്ക് ഇതാണ് കേട്ടോ കറക്റ്റായിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കൊക്കെ ചെയ്തേക്കുക. ഇത് നല്ല അടിപൊളിയായിട്ടുണ്ട്.
അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ പിൻട്രസ്റ്റ് വൈൻ റീക്രിയേറ്റിംഗ് പ്രോഡക്റ്റും ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് അടിപൊളിയായിരുന്നു. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ ചെയ്യുക. ഒന്ന് ട്രൈ ചെയ്തും കൂടെ നോക്കുക. എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തേക്കാം. ഇനി അടുത്ത നമ്മൾ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന കണക്കത്തെ ഒരു ഇയറിംഗ് ആണ്. അത് ചെയ്യാൻ നമുക്ക് വേണ്ടുന്ന മെറ്റീരിയൽസ് ഇതുപോലെ ലൂപ്പ് റിംഗ് ആണ്. പിന്നീട് ഇതുപോലെ നമ്മൾ 2 ഹെഡ് പിൻ എടുത്തിട്ടുണ്ട്. പിന്നീട് അതിൽ നിങ്ങൾക്ക് കാണാൻ നമുക്ക് വേണ്ടുന്നത് കുറച്ച് ഗോൾഡൻ കളറുള്ള മുത്തുകളും പിന്നെ 2 വൈറ്റ് മുത്തുമാണ്. അപ്പോൾ നമുക്ക് വൈറ്റ് മുത്തിൻ്റെ കാര്യം ആദ്യം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഇതുപോലെ ഞാൻ നമ്മളുടെ ഹെഡ് പിന്നാണ് എടുത്തേക്കുന്നത്. പിന്നീട് നമുക്ക് അതിലേക്ക് ഇതുപോലെ ഗോൾഡൻ കളറുള്ള ഒരു മുത്ത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നമ്മുടെ ഈ ഒരു വലിയ ഒരു വെള്ള കളറുള്ള മുത്തിട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഗോൾഡൻ കളറുള്ള ഈ ഒരു മുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എക്സ്ട്രാ ഉള്ള പാർട്ട് കുറച്ച് ഇതുപോലെ കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അറ്റത്ത് ലൂപ്പ് ചെയ്തെടുക്കാം. നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ലൂപ്പ് റിങ്ങിൻ്റെ ഒരെണ്ണം എടുക്കാം. ഇതുപോലെ ഓപ്പൺ ആക്കാം. മുത്തുകൾ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഇതൊന്ന് നേരെയാക്കി വെക്കാം. ഇനി നമുക്ക് മുത്തുകൾ ഇട്ട് തുടങ്ങാം. ഇതുപോലെ നമ്മൾ ഗോൾഡൻ കളറുള്ള മുത്താണ് എടുക്കുന്നത്. ഇതുപോലെ ആദ്യം തന്നെ നമുക്ക് 5 മുത്ത് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമ്മൾ 5 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ഈ ഒരു വൈറ്റ് കളറുള്ള മുത്താണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ അതിനുശേഷം വീണ്ടും നമ്മൾ 5 മുത്തുകൾ ഈ സ്വർണ്ണ കളറിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിത് ഇതുപോലെ സെറ്റായി കിട്ടും. സംഭവം നല്ല ക്യൂട്ട് ആൻഡ് അടിപൊളിയാണ്. അതിനുശേഷം നമ്മളുടെ ഈ അറ്റം ഒന്ന് നമുക്ക് നേരത്തെ ഇരുന്ന പോലെ തന്നെ ഇതുപോലെ ഒന്ന് വെച്ചേക്കാം. ഇതുപോലത്തെ ലൂപ്പ് റിങ് നിങ്ങൾക്ക് മീഷോയിൽ അവൈലബിൾ ആണ്. ഞാൻ ലിങ്ക് ഇട്ടേക്കാം. ഇത് കാണാൻ നല്ല നല്ല ക്യൂട്ട് ആൻഡ് സെറ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കുക. ലൂപ്പ് റിങ് ഒക്കെ വാങ്ങിച്ച് കുറച്ച് മുത്തുകൾ ഇതുപോലെ ഇട്ട് ഒന്ന് സെറ്റാക്കിയാൽ മാത്രം മതി. ഇനി നമുക്കിതിൻ്റെ ജോഡിയും കൂടെ ഒന്ന് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളിതിൻ്റെ ജോഡിയും കൂടെ ചെയ്തെടുത്ത് സംഭവം നല്ല ക്യൂട്ട് ആൻഡ് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ മറക്കരുത്. അങ്ങനെ നമ്മുടെ പിൻട്രസ്റ്റ് വൈൻ റീക്രിയേറ്റിങ്ങിൻ്റെ 3ാമത്തെ പ്രോഡക്റ്റും സെറ്റായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്കൊക്കെ ചെയ്യണേ. 4ാമതിനി നമ്മൾ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ആ ഒരു ഇമേജിലെയാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഇതുപോലെ കുറച്ച് ബ്ലൂ ആൻഡ് ബ്ലാക്ക് ആയിട്ടുള്ള മുത്തുകൾ എടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്കിതുപോലെ ജംപ് റിങ്സ് ആണ് വേണ്ടുന്നത്. പിന്നെ നമുക്ക് ഇയർ വയേഴ്സ് വേണം. ഇതുപോലെ എല്ലാം സിൽവർ കളറാണ് ഞാൻ എടുത്തേക്കുന്നത്. കാരണം നമ്മുടെ അതിനകത്ത് പിൻട്രസ്റ്റ് വൈനിൽ കിടക്കുന്നത് അതാണ്. പിന്നീട് ഇതുപോലെ ഹെഡ് പിൻസും എടുത്തിട്ടുണ്ട്. പിന്നെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ലൂപ്പ് റിങ് എടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ സിൽവർ വയർ എടുക്കാം. എൻ്റെ കയ്യിൽ ലൂപ്പ് റിങ് സിൽവർ കളർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെ വയറാണ് എടുക്കുന്നത്. ഇത് അത്യാവശ്യം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അറ്റത്ത് ചെറുതായിട്ടൊരു ലൂപ്പ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമ്മൾ ലൂപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് കാണുന്ന രീതിയിൽ തന്നെ ഇതിലേക്ക് മുത്തിട്ട് കൊടുക്കാം.
അപ്പോൾ ആദ്യം തന്നെ ഒരു നീല, അത് കഴിഞ്ഞ് ബ്ലാക്ക്, ആ ഒരു രീതിയിലാണ് മുത്ത് അതിനകത്ത് കിടക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കങ്ങ് ഇട്ട് കൊടുത്തേക്കാം. 8 നീല മുത്തും കൂടാതെ 7 ബ്ലാക്ക് മുത്തുമാണ് അതിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അറ്റത്ത് നമുക്ക് ലൂപ്പ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റൗണ്ട് ആക്കി എടുക്കണം. അപ്പോൾ അത്യാവശ്യം റൗണ്ടായിട്ടിരിക്കുന്ന എന്തെങ്കിലും എടുത്ത് വെച്ച് നമുക്കിതൊന്ന് റൗണ്ട് ആക്കാം. അങ്ങനെ നമ്മളിത് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നടുക്ക് അതിനകത്ത് കണ്ട കൂട്ട് ഒരു സംഭവമാണ് ചെയ്തെടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ ഹെഡ് പിൻ എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ആദ്യം നമ്മൾ ഇതുപോലെ ഒരു നീല മുത്തിട്ട് കൊടുക്കുകയാണ്. പിന്നീട് നമ്മൾ ബ്ലാക്ക് കളറിലെ മുത്ത്, പിന്നീട് ഇതുപോലെ നീല കളറിലെ മുത്ത്. ഇതാണ് അതിനകത്ത് നടുക്ക് ഉണ്ടായിരുന്നത്. അതിന് ശേഷം നമുക്കിത് എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് കളഞ്ഞ് ലൂപ്പ് ചെയ്യാം. ഇതുപോലെ നമ്മൾ ലൂപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് ഇതുപോലെ ഒരു ജംപ് റിങ്സ് ആണ്. ജംപ് റിങ്സ് ഇതുപോലെ ഓപ്പൺ ആക്കാം. എന്നിട്ട് നമ്മളുടെ ഈ ഒരു ഒന്നാമത്തെ ലൂപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് നമ്മൾ ഈ ചെയ്ത് വെച്ചേക്കുന്ന ഇതും മൂന്നാമത്തെ ലൂപ്പിലിട്ട് ഇതുപോലെ സംഭവം സെറ്റാക്കണം. അപ്പോൾ നമ്മളിത് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളുടെ ഈ ഇയർ വയറും കൂടെ ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ക്ലോസ് ചെയ്യാം. അപ്പം നമുക്കിത് ഇതുപോലെ കിട്ടും. അങ്ങനെ നമുക്കിത് ഇതുപോലെ സെറ്റായി ക്യൂട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. കാണാനൊക്കെ നല്ല ഭംഗിയാണ്. ഒരുപാട് സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ജോഡിയും കൂടി ഒന്ന് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളിതിൻ്റെ ജോഡിയും കൂടെ ചെയ്തെടുത്ത് സംഭവം നല്ല ക്യൂട്ട് ആൻഡ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ മറക്കരുത്. നല്ല സെറ്റായിട്ടില്ലേ? ഇനി നമുക്ക് നമ്മുടെ 5ാമത്തെ ഒരു കുഞ്ഞു സൂപ്പർ കമ്മൽ ചെയ്യാം. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന കണക്കത്തെ ആ ഒരു ഇയറിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കുറച്ച് സെയിം ആയിട്ടുള്ള കുറച്ച് മുത്തുകൾ എടുത്തിട്ടുണ്ട്. പിന്നീട് ഇതുപോലെ 2 ഗോൾഡൻ ചെയിൻ എടുത്തിട്ടുണ്ട്. സെയിം അളവിൽ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. പിന്നീട് നമ്മൾ ഇതുപോലെ ഐ പിൻസ് എടുത്തിട്ടുണ്ട്, ഇയർ വയേഴ്സ്, പിന്നീട് റൗണ്ട് ഹെഡഡ് ബോൾ പിൻസ് ഇതുപോലെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെഡ് പിൻ എടുക്കാം. പിന്നീട് നമ്മുടെ കോപ്പർ വയറാണ്. ഇത് കുറച്ച് നമുക്ക് മതി, കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു ഹാങ്ങിങ് സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഞാൻ നമ്മളുടെ ഗോൾഡൻ ചെയിൻ എടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് വേണ്ടുന്നത് റൗണ്ട് ഹെഡഡ് ബോൾ പിൻസ് ആണ്. ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് മുത്ത് ഊരി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനുള്ളിൽ ചെറിയൊരു ഗോൾഡൻ കളറിലെ മുത്തിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മളുടെ ഈ ഒരു മുത്താണ് ഇട്ട് കൊടുക്കുന്നത്, മഴത്തുള്ളിയുടെ കണക്കിരിക്കുന്ന ഈ ഒരു ഐറ്റം. എന്നിട്ട് നമ്മളുടെ ഈ ഒരു ചെയിനിൻ്റെ താഴെ ഇതൊന്ന് ഇതുപോലെ ചുറ്റിയെടുക്കാം. അപ്പോൾ നമുക്കിത് ഇതുപോലെ കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ വശം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഈ ഒരു ഐ പിൻ നമുക്ക് എടുക്കാം.
അതിനുശേഷം നമ്മളിവിടെ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഈ ഒരു റെഡ് കളറിലെ ഈ ഒരു മുത്താണ്. അതിനുശേഷം നമുക്കിത് ഇതുപോലെ ഒത്തിരി ഉള്ള അങ്ങ് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ഇതുപോലെ ലൂപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ. അതിനുശേഷം നമുക്ക് ഈ ഒരു നമ്മളുടെ ഐ പിന്നിൻ്റെ അറ്റം ചെറുതായിട്ടൊന്ന് ഓപ്പൺ ആക്കണം. ചെറുതായിട്ടൊന്ന് ഓപ്പൺ ആക്കി, കാരണം നമ്മളുടെ ഈ ഒരു ചെയിൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതങ്ങ് ആദ്യം ഇരുന്ന് കണക്കിനൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്കത് ഇതുപോലെ കിട്ടും. ഇനിയാണ് നമുക്ക് കോപ്പർ വയർ വേണ്ടുന്നത്. ഇതുപോലെ കോപ്പർ വയർ എടുക്കുക, കുറച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മളുടെ ഈ ഒരു ഐ പിന്നിൻ്റെ അകത്ത് കൂടെ ഇതുപോലെ എടുക്കണം. എന്നിട്ട് നമുക്ക് ഇവിടെ 3 വെള്ളമുത്തിട്ട് കൊടുക്കാം. റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ നമ്മൾ 3 വെള്ളമുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അത് ഇതിൻ്റെ മുകളിലത്തെ ലൂപ്പിൽ കൂടെ ഇതുപോലെ ഇങ്ങെടുക്കാം. അങ്ങനെ ഈ ഒരു വശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ വശത്തും ഇതുപോലെ തന്നെ 3 മുത്തിട്ട് കൊടുക്കാം. ഇതുപോലെ. എന്നിട്ട് ഇതും മുകളിലത്തെ ആ ഒരു ലൂപ്പിൽ കൂടെ ഇതുപോലെ ഇങ്ങെടുക്കാം. അപ്പം നമുക്കിത് ഇതുപോലെ കിട്ടും. അതിനുശേഷം നമുക്കിത് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് ചുറ്റി എടുക്കാം. ഈ ഒരു ഐറ്റം വേറെ രീതിയിലും ചെയ്യാൻ പറ്റും കേട്ടോ, പക്ഷെ ഞാൻ ഇതുപോലെയാണ് ചെയ്യുന്നത്. ഇതാണ് എനിക്ക് കുറച്ചും കൂടെ എളുപ്പമായിട്ട് ഫീൽ ചെയ്തത്. ഇനി നമുക്ക് ഇതിൻ്റെ അറ്റത്തും നമുക്കിത് ഇതുപോലെ പിടിച്ചിട്ട് ഒന്ന് ചുറ്റി കൊടുക്കാം. അപ്പോൾ നമ്മളത് ഇതുപോലെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ഇയർ വയേഴ്സ് എടുക്കാം. അതിനുശേഷം ഇയർ വയർ ചെറുതായിട്ടൊന്ന് ഓപ്പൺ ആക്കാം. ഇതുപോലെ ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുത്ത് അങ്ങ് ക്ലോസ് ചെയ്താൽ മതി. അങ്ങനെ ഇതുപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്താണ് ഒരു ചെറിയ വ്യത്യാസം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഇവിടെ നമ്മൾ നല്ല വൈറ്റ് കളറാണ് എടുത്തേക്കുന്നത്. ഈ ഒരു മുത്ത് വരുന്നത് കുറച്ചുകൂടെ ഷെയ്ഡ് കുറവായിട്ടുള്ളതാണ്. വൈറ്റ് കംപ്ലീറ്റ് വൈറ്റ് അല്ല. പിന്നീട് ഇതിൻ്റെ മുത്തുകളും കുറച്ച് വലിപ്പമായിപ്പോയി. എനിക്ക് കുറച്ചുകൂടെ ചെറിയ മുത്ത് മതിയായിരുന്നു, അത് കിട്ടിയില്ല. അപ്പം ഞാൻ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ്. എനിവേ നമ്മൾ ആ കമ്മൽ ഇതുപോലെ അങ്ങ് ചെയ്തെടുത്താൽ മതി. വേറെ രീതിയും ഒക്കെ ഉണ്ട്, എന്നാലും ഇത് കുറച്ചും കൂടെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ജോഡിയും കൂടെ ചെയ്തെടുത്തേക്കാം. അങ്ങനെ നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്ത് ക്യൂട്ടാക്കി എടുത്തിട്ടുണ്ട്. കാണാനൊക്കെ നല്ല ഭംഗിയാണ്. നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ പാർട്ട് 1 ആയിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. പിൻട്രസ്റ്റ് ഫൈൻഡ് റീക്രിയേറ്റിംഗ് ചലഞ്ചിൻ്റെ പാർട്ട് 1 ആണിത്. പാർട്ട് 2-ൽ ഞാൻ കുറച്ചും കൂടെ സിമ്പിളായിട്ടുള്ളതും അതുപോലെ തന്നെ ബ്രേസ്ലെറ്റ്സിൻ്റെതും കുറച്ചും കൂടെ കാണിക്കാം. അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക്, കമൻറ്റ്, ഷെയറൊക്കെ ചെയ്യുക. ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ
അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. അപ്പോൾ പാർട്ട് 2 കാണാം. ബൈ.